Hi everyone. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ട്രെയിനിങ് വോളിയത്തിനെ പറ്റിയാണ്. What is training volume? എന്താണ് ട്രെയിനിങ് വോളിയം? ട്രെയിനിങ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് പെർഫോം ഇൻ ദ വർക്കൗട്ട്സ്. ട്രെയിനിങ് വോളിയം 3 കോമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്പർ ഓഫ് സെറ്റ്സ്, നമ്പർ ഓഫ് റെപ്സ് ആൻഡ് വെയ്റ്റ്സ്. എത്ര നമ്പർ ഓഫ് സെറ്റ്സ് ഒരു വർക്കൗട്ടിൽ നമ്മൾ പെർഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്പർ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെപ്സ് പറഞ്ഞാൽ റെപ്പിറ്റേഷൻ. നമ്മളൊരു വർക്കൗട്ട് ഒരു സെറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സെറ്റിൽ നമ്മൾ എത്ര കൗണ്ട് പോയി അതിനെയാണ് റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലോഡ് ചെയ്യുന്ന വെയ്റ്റ്സ്. സോ ഈ 3 ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ട്രെയിനിങ് വോളിയം. സോ ട്രെയിനിങ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. അതാണ് സെറ്റ്സ് ഇൻറ്റു റെപ്സ് ഇൻറ്റു വെയ്റ്റ്സ്. സോ നമുക്ക് ഒരു ദിവസത്തെ ഫുള്ള് ട്രെയിനിങ് വോളിയം കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ദിവസം പെർഫോം ചെയ്ത വർക്കൗട്ട്സിൻ്റെയൊക്കെ ട്രെയിനിങ് വോളിയം കണ്ടുപിടിച്ചിട്ട് അതിനെല്ലാം സം ചെയ്താൽ മതി. പിന്നെ മസിൽ ഗ്രോത്ത്, സ്ട്രെങ്ത് ഗെയിന്, എൻട്രൻസ്, ഇതിനെല്ലാം ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ട്രെയിനിങ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഹയർ ട്രെയിനിങ് വോളിയത്തിൽ വേണം ട്രെയിൻ ചെയ്യാനായിട്ട്. സോ നമ്മുടെ മസിൽസിൻ്റെ ഹൈപ്പർട്രോഫി ഇൻക്രീസ് ചെയ്യാനും ഹയർ ട്രെയിനിങ് വോളിയം സഹായിക്കും. അതുവഴി നമ്മുടെ മസിൽ ഗ്രോ ചെയ്യാനും ഇത് സഹായിക്കും. പിന്നെ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന വർക്കൗട്ട് അത് ഓവർ ട്രെയിൻ ചെയ്യാതെ നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റിന് മുകളിൽ പോകാതെ നോക്കണം. സോ അതിനനുസരിച്ചുള്ളൊരു ട്രെയിനിങ് വോളിയത്തിൽ വേണം നിങ്ങൾ പെർഫോം ചെയ്യാനായിട്ട് വർക്കൗട്ട്സ്. അതിന് മെയിൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ ഒന്ന് ലിസൺ ചെയ്യുക. നമ്മുടെ ബോഡി ഓവർ ട്രെയിൻ ആയി കഴിയുമ്പോൾ നമുക്ക് മെൻ്റൽ ഫറ്റീഗ്, അതുപോലെ തന്നെ ഓവറായിട്ട് മസിൽ സോർനെസ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡി ഓവർ ട്രെയിൻ ആയി, നമ്മുടെ ബോഡിയുടെ ലിമിറ്റ് എത്തി. ഇതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെൻ്റൽ ഫറ്റീഗ്, ഇതുപോലത്തെ മസിൽ സോർനെസ് കൂടുതൽ ഇതുപോലെയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ലെവൽസ് വെച്ചിട്ടുള്ളൊരു ട്രെയിനിങ് വോളിയത്തിൽ പെർഫോം ചെയ്യണം. നമ്മൾ വെയ്റ്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക. റെപ്സ് ഒക്കെ കൂട്ടുകയാണെങ്കിൽ ഗ്രാജുവലി കൂട്ടുക. സെറ്റ്സ് കൂട്ടണമെന്നാണെങ്കിലും ഗ്രാജുവലി അത് കൂട്ടി കൊണ്ടുവരിക. സോ ഇതൊക്കെയാണ് ട്രെയിനിങ് വോളിയത്തിനെ പറ്റി പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.